ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. നമുക്ക് ഇത്രയും സമയം പ്രാർത്ഥിപ്പാൻ ദൈവം ബലപ്പെടുത്തി. ഹിന്ദിയിലും ഹല്ലേലൂയ മലയാളത്തിലുമായിട്ട് പറയുമ്പോൾ സമയം മുന്നോട്ട് ഒത്തിരി പോകുന്നുണ്ട്. എങ്കിലും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഒരുമിച്ച് ഇന്ന് ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. നമ്മുടെ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കുവാനും ദൈവകൃപ ഏറ്റെടുക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണവും പൂർണ്ണ നിയോഗവും നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. നമുക്ക് ഇന്നുവരെയും നമ്മളെ ദൈവം നടത്തി. ഇന്നുവരെയും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. അവന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു. അവന്റെ കൃപ നമ്മോട് കൂടെ ഇരുന്നു. നമ്മളെ കൊലൂസ്യ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊലൂസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വേദഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അപ്പോസ്തലനായ പൗലോസ് കൊലൂസ്യ വിശ്വാസികളെ ഉറപ്പിക്കുകയും അവരെ കുറിച്ചുള്ള തന്റെ ദിനം പ്രതിയുള്ള ഭാരവും താൻ അവിടെ വെളിപ്പെടുത്തി. നമ്മൾ ഇന്നലെ ചിന്തിച്ചു, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് അവർക്ക് സമീപസ്ഥനായി ഇരുന്നു കൊണ്ട് അവരെ പ്രബോധിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നലെ വായിച്ചത് ഇങ്ങനെയാണ്: ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എത്ര വലിയ പോരാട്ടം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. താന് ആ ജനത്തിന് വേണ്ടി ഇപ്പം ജയിലിൽ കിടന്നുകൊണ്ടും ഭാരപ്പെടുകയാണ്. അവർക്ക് വേണ്ടി താൻ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എപ്പപ്രാസ് ആ സഭയെ നടത്തുമ്പോൾ ആ സഭയുടെ നിലനിൽപ്പും ആ സഭയുടെ അനുഗ്രഹവും താൻ ആഗ്രഹിക്കുകയാണ്. താൻ അവിടെ ഇല്ല എങ്കിലും ആ സഭ ദൈവകൃപയിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പം വിവേകത്തോടുകൂടി സഭയിൽ നിൽക്കണമെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കേണ്ടതിനും സ്നേഹത്തിൽ പരസ്പരം അവരെ ഒരുമിച്ചാക്കിക്കൊണ്ട് സ്നേഹത്തിൽ വർദ്ധിച്ചു വരേണ്ടതിനും അപ്പോസ്തലൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാൻ കഴിയാതെ വണ്ണം അവരായിരിക്കുന്ന അവസ്ഥയില് അവരെ ബലപ്പെടുത്തുവാൻ, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുവാൻ ഈ വചനങ്ങളൊക്കെ സഹായകരമായിട്ട് മാറുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൻ്റെതായിട്ടുള്ള ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് കൊലോസ്യ വിശ്വാസികളെ ഉറപ്പിക്കുകയും അവർക്ക് ലേഖനം കൊടുക്കുമ്പോൾ അവരെ ജീവിതത്തിൽ അവരൊരിക്കലും തളർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് താൻ ഈ ലേഖനം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് 3-ാമത്തെ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. എന്താണ് അപ്പോസ്തലൻ അവരോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്? ഒരാൾ വായിച്ചാട്ടെ. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, അവരിൽ എന്തുണ്ട്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുക എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുക. എന്താണ് ഇത്? അവനിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? യേശുക്രിസ്തുവിനെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളുണ്ട്. അപ്പൊ ഈ മർമ്മം ഈ ജനത്തെ അപ്പോസ്തലൻ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ മർമ്മം ക്രിസ്തുവാണെന്നുള്ളത്. എന്നാൽ ഈ മർമ്മം ക്രിസ്തു മാത്രമല്ല, ദൈവ ജ്ഞാനവും കൂടെയാണ് എന്ന് ഇവിടെ താൻ വെളിപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ആ മർമ്മത്തിൻ്റെതായ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപമുണ്ട്. നിക്ഷേപം അല്ലെ? നിക്ഷേപം തേടി ആൾക്കാർ ഒത്തിരി ഓടാറുണ്ട്. നിക്ഷേപം എന്ന് പറയുമ്പോൾ വലിയൊരു കലവറയാണ്. നമ്മള് കേട്ട് തിരുവനന്തപുരത്തല്ലേ ഒരു ക്ഷേത്രത്തിലെ ഇങ്ങനെ നിക്ഷേപങ്ങളുണ്ട് എന്ന്, രാജാക്കന്മാർ ഉണ്ടായിരുന്ന സമയത്ത് നിക്ഷേപങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നത്. ആ പണ്ടുള്ള അവരുടേതായ സമ്പത്തുകളെ ഒരുമിച്ച് കൂട്ടിവെക്കുന്നതാണ് നിക്ഷേപങ്ങള്. സ്വർണവും വെള്ളിയും മറ്റ് വിലയേറിയ രത്നങ്ങളും കല്ലുകളും ഒക്കെ ആയിട്ടുള്ളതാ. അപ്പം ഇവയൊക്കെ വെച്ച് അവിടെ ആ നിക്ഷേപങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ആ ഭണ്ഡാരം എടുക്കുമ്പോൾ തീർന്നു പോകും. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഭണ്ഡാരം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ ധനവും
മാനവും പുരാതന സമ്പത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ ധനം, ചിലരത് ചിന്ത കർത്താവിന്റെ ഭണ്ഡാരത്തിൽ ധനം മാത്രമേ ഉള്ളൂ എന്ന. ഇല്ല, ധനവുമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. ഇപ്പൊ അപ്പോസ്തലൻ 2 കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. എന്തുണ്ട്? ജ്ഞാനവുമുണ്ട്, പരിജ്ഞാനവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി വചനം പഠിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് പുറപ്പെടുന്നതല്ലേ. അപ്പോ ഇവിടെ താൻ ഊന്നി പറയുന്നത് ഈ കൊലോസ്യ വിശ്വാസികളോട് പറയുകയാണ്, അവിടെ നിങ്ങൾക്ക് ജ്ഞാനം നൽകി തരണം. ജ്ഞാനം എന്ന വാക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുന്നത്? നമ്മളുടെ ചുറ്റുവട്ടത്തിൽ നിന്നും നമ്മൾ ഗ്രഹിച്ചെടുക്കുന്നതായ ചില കാര്യങ്ങൾ, അതായത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ചില കാര്യങ്ങളാണ് അറിവായിട്ട് അത് വരുന്നത്. അതൊരു ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്. നമ്മൾക്ക് ചില കാര്യങ്ങളെ കുറിച്ചുള്ള ചില അറിവുകളുണ്ട്. അത് ഇനി പരിജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹിച്ചെടുത്ത നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ പഠിച്ചെടുത്തതായിട്ടുള്ള കാര്യങ്ങൾ വിവേചന ബുദ്ധിയോടുകൂടി അത് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനത്തിലേക്ക് വരുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഹിന്ദി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, നമ്മൾ ഒരു മദ്യപാനിയായ ഒരാൾ വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയി അവരോട് നമ്മളെ തോണ്ടി വഴക്ക് പിടിക്കാൻ വന്നാൽ തിരിച്ചു വഴക്കിന് പോകത്തില്ല. കാരണം എന്താണ്? നമ്മളിൽ എന്തുണ്ട്? പരിജ്ഞാനമുണ്ട്, അല്ലെ? ഈ പരിജ്ഞാനം നമ്മളിൽ ഉള്ളത് കൊണ്ട് നാം തിരിച്ചു പോകത്തില്ല വഴക്കിന്. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പം ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനാൽ ഈ ജനം നിറയണം. അതിന് കാരണം അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. ഒരു പ്രത്യേക നിലയിൽ ദൈവത്തിന്റെ ഒരു ജനമായിട്ട്, ആമേൻ, ദൈവം തന്റെ ജനത്തെ വേർതിരിച്ചിരിക്കുകയാണ്. കാരണം തന്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങപ്പെട്ടതാണ് ദൈവസഭ. ഈ ദൈവസഭയിൽ ജനങ്ങൾ ജ്ഞാനത്താൽ നിറയപ്പെടണം, പരിജ്ഞാനത്താൽ നിറയപ്പെടണം. അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന മർമ്മം നമ്മൾ അതിൻ്റെതായ നിലയിൽ ഗ്രഹിക്കണം. ആ മർമ്മം, ഹല്ലേലൂയ, നമ്മൾ അതിന്റെ നിലയിൽ മനസ്സിലാക്കണം. അതിനോടുള്ള ബന്ധത്തിൽ മാത്രമേ ദൈവമക്കളെ നമുക്കിത് ലഭിക്കുവാൻ ഇടയാകത്തുള്ളൂ. അപ്പം ജ്ഞാനം ഒരിക്കലും നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല. വേദപുസ്തകത്തിൽ പറയുന്നത് എന്താണ്? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്ന, അല്ലേ? അപ്പോ ദൈവഭക്തി ഇല്ലാത്ത, ദൈവകൃപയിൽ ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് ലോകപ്രകാരം ജ്ഞാനം കാണും, എന്നാൽ അവന് പരിജ്ഞാനം എന്നുള്ളത് കുറവായിരിക്കും. പരിജ്ഞാനം എന്ന് വെച്ചാൽ ആത്മാവിൽ ലഭിക്കപ്പെടുന്ന ഒരു കൃപയാണ് പരിജ്ഞാനം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ, ആമേൻ, ഇവിടെ മറഞ്ഞിരിക്കുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഗുപ്തമായിരിക്കുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ ആ വാക്യം പറഞ്ഞിരിക്കുന്നത്? അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും മറഞ്ഞിരിക്കുന്നു. അതെന്തുകൊണ്ടാ ഈ ജ്ഞാനവും പരിജ്ഞാനവും ഈ ദൈവമക്കൾ പ്രാപിച്ചെടുക്കണമെന്ന് പറയുവാൻ കാര്യം? 4-ാം വാക്യം വായിച്ചാട്ടെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് പറയുക. അപ്പം അപ്പോസ്തലൻ അറിയാം അവിടെ ചില വശീകരണ വാക്കുകൾ ഉണ്ടാകും, അല്ലെ? അന്നത്തെ കാലത്തും അതുണ്ട്, ഇന്നത്തെ കാലത്തും ഇതുണ്ട്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ സെക്കൻഡ്സിലും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാതെ വണ്ണം ആത്മാവിന്റെ നിറവിൽ, ആത്മാവിന്റെ ശക്തിയിൽ, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കഴിയാതെ വരുന്ന വ്യക്തി ജീവിതങ്ങളെ പിശാച് വേട്ടയാടും. കാരണം അവർക്ക് ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ആവശ്യം. ഈ ഭൗതികമായ കാര്യങ്ങളിൽ അവരെ തകർത്ത് കളയുവാൻ ദുഷ്ടനാം പിശാച് പോരാടും. ഇവിടെ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജ്ഞാനമുണ്ടെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തയാണ് ദൈവമക്കൾ.
അവർക്ക് എന്തുണ്ടാകണം? അവർക്ക് ജ്ഞാനം ഉണ്ടാകണം. കാരണം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണേ, ആ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചെടുക്കുന്ന ദൈവമക്കൾക്ക് മറ്റൊരിടത്ത് നിന്ന് പ്രലോഭന വാക്കുകൾ വന്നാൽ അവർ ക്രിസ്തു എന്ന സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോകത്തില്ല. ഇവിടെ കൊലോസ്യ വിശ്വാസികൾക്ക് നിലനിൽക്കേണ്ടതിന് എഫഫ്രാദിത്തോസ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. എഫഫ്രാസ് പഠിപ്പിക്കുന്ന വാക്കുകൾ അവർക്ക് നിലനിൽപ്പിനായിട്ടുള്ളതാണ് എങ്കിലും അപ്പോസ്തലൻ തന്റെ വാക്കുകളിൽ അത് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ്, പ്രലോഭന വാക്കുകളാൽ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരും. അന്നേ കാലത്തെ നോസ്റ്റിക് മതവാദികളും ഒത്തിരി ആൾക്കാരും ഇതുപോലെയൊക്കെ തെറ്റായ പഠിപ്പിക്കലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പഠിപ്പിക്കുന്ന വാക്കുകൾ ദുരുപദേഷ്ടാക്കന്മാർ വാചാലതയോടെ ഈ ജനത്തെ തെറ്റിക്കുവാൻ അന്നുള്ള പരീശന്മാരും ശാസ്ത്രിമാരും അങ്ങനെയുള്ളവരൊക്കെ കടന്നു വന്നിട്ട് ഈ ജനത്തെ തെറ്റിക്കുവാൻ ശ്രമിക്കുമെന്ന് അപ്പോസ്തലന് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, വശീകരണ വാക്കുകൾ നിങ്ങളുടെ മുൻപിൽ കടന്നു വരും. പ്രലോഭനങ്ങളാൽ നിങ്ങൾ വീഴാതിരിപ്പാൻ എന്ത് ചെയ്യണം? പരിജ്ഞാനത്തിന്റെയും ഹല്ലേലൂയ ജ്ഞാനത്തിന്റെയും ആത്മാവിനാൽ നിറയപ്പെടണം. അതിന് ക്രിസ്തു എന്ന മർമ്മം നിങ്ങൾ ഗ്രഹിക്കണം. ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. കാരണം അത് ഗുപ്തമാണ്. അങ്ങനെയാണ് നമ്മൾ 3-ാം വാക്യത്തിൽ വായിച്ചതല്ലേ? അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്ന അഥവാ മറഞ്ഞിരിക്കുന്നു. അപ്പം മറപൊരുളായിട്ട് ലഭിക്കണമെന്നുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു ഭവനത്തിൽ താമസിച്ചാൽ ആ ഭവനത്തിലെ അലമാരയിൽ എന്തൊക്കെ ഇരിക്കുന്നു എന്നുള്ളത് അറിയണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ആ വീട്ടിൽ അവരുമായിട്ട് അതുപോലെ ഇടപഴകണമല്ലേ? അപ്പോഴേ നമുക്കറിയത്തുള്ളൂ അവരുടെ വിലപ്പെട്ട സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്നുള്ളത്. ആ സാധന സാമഗ്രികൾ കണ്ടുപിടിക്കണമെന്നുണ്ട് എങ്കിൽ ആ വീട്ടുകാരുമായിട്ട് അത്ര അറ്റാച്ച്മെന്റിൽ വരണം, അത്ര ദൃഢമായ സ്നേഹബന്ധത്തിൽ വരണം. അറിയാതെ അവർ പറയും, എന്റെ ഇന്ന സാധനങ്ങൾ ഇന്നടത്ത് ഇരിപ്പുണ്ട് എന്ന് പറയും. അതുപോലെ കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ക്രിസ്തു എന്ന ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഞാനും നിങ്ങൾ കടന്നു വരുമ്പോൾ സ്വർഗീയമായ ആ കലവറ നമുക്ക് വേണ്ടി തുറക്കും. ആ ഭണ്ഡാരം നമുക്ക് വേണ്ടി തുറക്കും. ജ്ഞാനത്തിന്റെ ആത്മാവും പരിജ്ഞാനത്തിന്റെ ആത്മാവും നമ്മുടെ മേൽ പകരപ്പെട്ട് നമുക്ക് മുൻപിൽ നമ്മെ തളർത്തിക്കളയുവാൻ, നമ്മുടെ ജീവിതത്തിൽ വശീകരണ വാക്കുകളാൽ നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നകറ്റിക്കളയുവാൻ, ദുരുപദേഷ്ടാക്കന്മാരുടെ വാചാലത കൊണ്ട് സത്യത്തിന്റെ പാതയിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുവാൻ, നമ്മെ ചതിച്ചു കളയുവാൻ ശ്രമിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുൻപിൽ നമുക്ക് നിലനിൽക്കുവാൻ ഈ ജ്ഞാനം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ജ്ഞാനം പ്രാപിച്ചെടുക്കണം. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇതിനാസ്പദമായിട്ട് വായിക്കാം, നമ്മളെ തെറ്റിക്കാതിരിക്കേണ്ടതിന്. അപ്പോസ്തലൻ എന്താണ് ബുദ്ധി ഉപദേശിക്കുന്നത്? യാക്കോബിന്റെ ലേഖനം എടുത്താട്ടെ, അതിന്റെ 1-ാം അധ്യായം 22-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ തങ്ങളെ തന്നെ ചതിക്കുന്നവരായിരിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഹവ്വായെ ഉപായത്താൽ പിശാച് ചതിച്ചതുപോലെ നമ്മയും ചതിക്കുമെന്നാണ് പറഞ്ഞതിന്റെ സാരം. ഏദൻ പൂങ്കാവനത്തിൽ പിശാച് പാമ്പിന്റെ രൂപത്തിൽ കടന്നു ചെന്നിട്ട് ഹവ്വായോട് പറഞ്ഞു, നിങ്ങൾ ഈ പഴം ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകും. ഹവ്വ എന്താ പറഞ്ഞത്? ഹവ്വ പറഞ്ഞു, ഇത് തൊടുക പോലും അരുതേ. ശരിക്കും അങ്ങനെ ഒരു വാക്ക് തമ്പുരാൻ പറഞ്ഞിട്ടില്ല. ദൈവം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഭക്ഷിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇച്ചിരൂടെ കൂട്ടി. ഇപ്പൊ പിശാച് അവിടെ വശീകരണവുമായിട്ട് നമ്മളെ ശരിക്കും ഏറ്റവും പെട്ടെന്ന് വശീകരണത്തിൽ വീഴിക്കാവുന്ന ആരെയാണ് എന്നുള്ള ബലഹീന വശം ആർക്കാണ് എന്ന് പിശാചിന് അറിയാം.
ആരുടെ ബലഹീനത എന്താണ് എന്ന് നമ്മേക്കാൾ, എന്റെ ബലഹീനത എന്താണ് എന്ന് എന്നേക്കാൾ അധികം ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോണം. പിശാച് നമ്മളെ ഏത് വിധേനയും തകർത്ത് കളയുവാൻ, ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യുവാൻ മുഴുബലത്തോടെ പ്രവർത്തിക്കും. അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. അറിയാം, പക്ഷെങ്കിൽ എന്താ വീണു പോകുന്നത്? പ്രലോഭനം മുൻപിൽ വരികയാ, അല്ലേ? പരസ്യം മുൻപിൽ വരുക. മഹാലക്ഷ്മിയുടെ പരസ്യം മുൻപിലേക്ക് വരുമ്പോൾ കുറഞ്ഞ റേറ്റിൽ പട്ടുസാരികൾ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ, പട്ടുസാരി അലമാരിയിൽ 10 എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? അയ്യോ, 250 രൂപയേ ഉള്ളൂ ഒരെണ്ണത്തിന്. എന്നാൽ ഈ സമയത്ത് ഒരു 5 എണ്ണം വാങ്ങിച്ചു വെച്ചാൽ 5000 രൂപയുടെയാ. 5000 രൂപയുടെ സംഭവമാ. പക്ഷെ നമുക്കൊരു 5 എണ്ണം വാങ്ങിച്ചാൽ എന്തോ പൈസ പോവും. നമ്മൾ എന്നെ എടുക്കും? പ്രലോഭനത്തിൽ അങ്ങ് വീഴും. വാങ്ങിച്ചോണ്ട് വരുമ്പോ എന്തായിരിക്കും അതിന്റെ അകത്തെ? പകുതി പൊട്ടിയതും പകുതി ഡാമേജ് ഒക്കെ ആയിട്ടുള്ളതായിരിക്കാം. വീട്ടിൽ വരുമ്പോഴാ അയ്യടാ പോയല്ലോ. പിന്നെ പിടിച്ചാ കിട്ടുമോ? ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്, അപ്പോസ്തലന് കൂടി കൊലോസ്യ വിശ്വാസികളെ ഉറപ്പിക്കുമ്പോൾ എന്നോട് നിങ്ങളോടുമായിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രലോഭനത്തിൽ വീഴരുത്. പ്രലോഭന വാക്കുകൾ ഇട്ടുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഞാൻ അതിന് പറ്റിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഒന്ന് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഐ ലവ് യു പറയൂ, അല്ലേ? ഐ ലവ് യു. പോടാ, എന്റെ പണി പോയി നോക്കടാന്ന് പറയും. അല്ലെ, പൊടി പറഞ്ഞേച്ചു പോവും. കുറച്ച് കഴിയുമ്പോ എന്താ ചെയ്യുന്നത്? അടുത്തതൊരു റോസാ പുഷ്പവുമായിട്ട് ഇങ്ങനെ ചാഞ്ചാടി 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 കൊണ്ടുവരും. ഏയ്, ഐ ലവ് യു മൈ സ്വീറ്റി. അപ്പൊ എന്നാണ്? ഓ, എന്നെ സ്വീറ്റി എന്ന് വിളിക്കാൻ ആരുമില്ലായിരുന്നു. ഓ, പ്രിയതമേ, പ്രിയപ്പെട്ടവളേ. ഓ, അതുപോലെ തിരിച്ചു നമ്മൾ എന്നാണ്? ഓ, അല്പം ഒന്ന് ചാഞ്ഞു. അവസാനം മുട്ടെ കുത്തി ആ റോസാപ്പൂ തന്നപ്പം കൈ നീട്ടി ഇങ്ങ് വാങ്ങിച്ചു. ഇതാണ് വീഴുക എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ ഇങ്ങനെ മീഡിയയിൽ കാണാറുണ്ടല്ലോ. നമുക്കാർക്കും കൃപയാൽ ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നിട്ടില്ല. അപ്പൊ കിട്ടിയിരുന്ന നല്ലായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? സ്തോത്രം. ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ മതി, ഒരു പുഷ്പം തരാൻ പറഞ്ഞാൽ മതി. സ്തോത്രം. ആ സന്തോഷം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവ് പറയുകയാണ്, അപ്പോസ്തലൻ പൗലോസിൽ കൂടി നമ്മോട് പറയുക, ദൈവമക്കളെ, നമ്മുടെ പ്രാണപ്രിയൻ ഒരിടത്ത് ഇരിപ്പുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താം, അത് ഞാൻ പിന്നെയും വരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുന്ന് ഇവിടുന്ന് ഒന്ന് റോസാപ്പൂ ഒന്നും വാങ്ങിച്ചേക്കരുത്. അവിടുന്ന് ഇവിടുന്നൊക്കെ വശീകരണവുമായിട്ട് ആരെങ്കിലും ഒക്കെ വരും. നിങ്ങൾ എന്ത് അതിന്റെ അകത്ത് ആ പൂ വാങ്ങിച്ചു, നീ പിന്നെ ആ പൂ ഉണങ്ങിയും പോകും, നിന്റെ ജീവിതവും പോക്കാ. അതുകൊണ്ട് വാടാത്ത പൂ ഞാൻ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാം ഒരുങ്ങണം. അപ്പോസ്തലൻ അതുകൊണ്ടാണ് ഈ വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങളെ വശീകരണ വാക്കിൽ വീഴിക്കുന്ന ചില ആളുകൾ അവിടെ ഉണ്ട്. ദുരുപദേശം പറയുന്ന ഉപദേഷ്ടാക്കൾ അവിടെ ഉണ്ട്. അവർ മാനസാന്തരപ്പെട്ടവരൊന്നും അല്ല. ആമേൻ. പിന്നെ അവര് നിങ്ങൾ ഇന്നും ഇതില്ലേ ഇഷ്ടം പോലെ ദുരുപദേശങ്ങളാ കേരളത്തിൽ, ഇഷ്ടം പോലെ. ഞാൻ അതൊന്നും അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. നമ്മൾ വചനം വായിക്കുകയും പഠിക്കുകയും ക്രിസ്തു എന്ന മർമ്മം, അതിന്റെ പ്രാധാന്യതയിൽ നാം മനസ്സിലാക്കുമ്പോൾ അവനിലാണ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപം മറഞ്ഞിരിക്കുന്നത് എന്ന് നാം പഠിക്കുമ്പോൾ, ദൈവമക്കളെ, സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങളിൽ ഉൾപ്പെട്ടു നിൽക്കുന്നു എന്ന് ഹല്ലേലൂയ നാം മനസ്സിലാക്കുകയും ആ ജ്ഞാനത്തെ നാം ഹല്ലേലൂയ അഭിമാനപൂർവം ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ ഏറ്റെടുക്കുന്ന വ്യക്തി ജീവിതം ഹല്ലേലൂയ ക്രിസ്തുവിൽ വിജയിപ്പാൻ ഇടയാകും. അങ്ങനെയുള്ള വ്യക്തി ജീവിതത്തിന്റെ ക്രിസ്തീയ ജീവിതം നിലനിൽപ്പാൻ ഇടയാകും. ഹല്ലേലൂയ. കൊലോസ്യ വിശ്വാസികൾ അപ്പോസ്തലന്റെ വാക്കുകളിൽ രക്ഷപ്പെട്ടു. നമ്മോട് അപ്പോസ്തലൻ യാക്കോബ് പറഞ്ഞ എന്താണ്? നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്. അവര് കേട്ടു, അവര് രക്ഷപ്പെട്ടു. പക്ഷെ ഇന്നത്തെ എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്, ഇപ്പോഴും വചനം, അല്ലെ,
നമ്മുടെ വചനദീപ്തി ഈ പ്രെയർ ലൈനിലൂടെ ഫെലോഷിപ്പിലൂടെ നമ്മൾ വചനം കേട്ടോണ്ടിരിക്കുക. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ഞായറാഴ്ച, ഈ തിങ്കൾ തൊട്ട് വെള്ളി വരെ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ സഭകളിൽ കേൾക്കുന്നു, ഇടക്കൂട്ടായ്മകളിൽ കേൾക്കുന്നു, അല്ലെ? പിന്നെ പോരാഞ്ഞിട്ട് യൂട്യൂബ് തുറന്ന് കേൾക്കുന്നു, ഫേസ്ബുക്ക് തുറന്ന് കേൾക്കുന്നു, എന്ന് വേണ്ട ഇൻസ്റ്റാഗ്രാമിലൂടെ കേൾക്കുന്നു. എവിടെയും തുറന്നാൽ, പിന്നെ നമ്മുടെ ടിവിയിൽ മാധ്യമത്തിൽ കൂടി കേൾക്കുന്നു. എവിടെയും തുറന്നാൽ നമുക്ക് വചനം കേൾക്കാം. പക്ഷെങ്കിൽ അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ഈ കേൾക്കപ്പെടുന്ന വചനം കേട്ട് വിട്ടുപോകാതെ എന്ത് ചെയ്യണം? അനുസരിക്കുന്നവരാകണം. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വചനം കേൾക്കുക മാത്രമല്ല, അവയെ അനുസരിക്കുന്നവരായും കൂടി ഇരിക്കണം. ഇനി ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ 2:5. കാരണം നമ്മളെ തെറ്റിക്കും. വചനം അനുസരിച്ചില്ലേ നാം തെറ്റിപ്പോകും. അതിനുവേണ്ടി പിശാച് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കെണിയിൽ പെട്ടുപോകാതെ നാം കൃപ ഏറ്റെടുക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. ഹല്ലേലൂയ. പ്രദർശനത്താൽ അത്രയായിരിക്കുന്നത്. ദൈവമക്കളെ, ഈ സമയത്ത് നമ്മുടെ ജീവിതം ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നമ്മെ തെറ്റിച്ച് കളയുവാൻ, നമ്മുടെ ജീവിതം ഇല്ലായ്മയാക്കുവാൻ ശത്രുവാം പിശാച് ഏതൊക്കെ നിലകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരിക്കലും നിങ്ങൾ തെറ്റരുത്, നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നവരാകണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ സ്നേഹത്തെ കുറിച്ച് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യണം? നമ്മളുടെ ഇടയിൽ നമ്മൾ സംസാരിക്കുന്നത് ജ്ഞാനം ഉള്ള വാക്കുകളായിരിക്കണം. അപ്പം അവന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഇവിടെ പറയുന്നതാണ്, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ ആയിരുന്നില്ല. നമുക്ക് വശീകരിച്ച് സംസാരിക്കാൻ പറ്റുമല്ലേ? ചിലരുടെ വാക്ക് കേട്ടാൽ, അല്ലെ, ചിലര് സംസാരിച്ചാൽ പെട്ടെന്ന് അവരോട് അങ്ങ് കൂട്ടുപിടിക്കും. പക്ഷെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, കൂട്ടുപിടിച്ച പെട്ടെന്ന് വിട്ടുമാറും. ഇപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ വിവേചനാത്മാവ്, രണ്ട് കൃപ മതി ദൈവമക്കളെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ. 1 വിവേകവും 2 വിവേചനവും മതി. വിവേകം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് പറഞ്ഞു നിൽക്കാൻ പറ്റും. വിവേചനം ഉണ്ടെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ വിവേചനവും ഇല്ല, വിവേകവും ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് നമ്മളുടെ ജീവിതം നശിച്ചു പോകുന്നത്, കൂട്ടുകെട്ടുകളിൽപ്പെട്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, താൻ പ്രസംഗിക്കുന്നുണ്ട്. തന്റെ പ്രസംഗം എങ്ങനെയല്ല, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല. ഇന്നത്തെ പ്രസംഗങ്ങൾ എങ്ങനെയെന്ന് നാം തിരിച്ചറിയണം. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ, അല്ലേ? ഞാൻ നിന്നെ വാലല്ല തലയാക്കും. തലയാകാതെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? പിന്നെ അവിടെ അടിയായി. ഇത്രയും നാള് നിങ്ങളല്ലേ എന്നോട് ദൂത് പറഞ്ഞത്, ഞാൻ തലയായില്ലല്ലോ. ചിലര് പറയും, സഭ സെക്രട്ടറി മൂത്ത് ഞാൻ പാസ്റ്റർ ആകും, എന്നെ തലേ കൈവച്ച് പറഞ്ഞതാ. ദൈവ അഭിഷേകം ഇല്ലാതെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങും. ദൈവികമാകുന്ന ഗൈഡൻസ് ഇല്ലാതെ ദൈവവചന പ്രസംഗത്തിനായിട്ട് എഴുന്നേൽക്കും. ജ്ഞാനത്തിന്റെ വാശീകരണ വാക്കുകളാൽ അവർ പ്രവർത്തിച്ചാൽ അവിടെ ആത്മാക്കൾ വിടിവിക്കപ്പെടത്തില്ല. ഈ സത്യം നാം തിരിച്ചറിയണം. നമുക്ക് വചനം പഠിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇഷ്ടം പോലെ അറിവുകളുണ്ട്. ദൈവ നിയോഗമില്ലാതെ എത്ര മാത്രം പ്രസംഗിച്ചാലും അതിൻ്റെ അകത്ത് ഒരു പരിവർത്തനം നടക്കത്തില്ല. അതാണ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞത്, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നത് വശീകരണ വാക്കുകളാൽ ആയിരുന്നില്ല. കാരണം താൻ പറയുക, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് താൻ മനസ്സിലാക്കി. പിന്നെയോ ആത്മാവിന്റെയും ശക്തിയുടെയും
ഹല്ലേലൂയ, പ്രദർശനത്താൽ ആത്മാവിനാൽ നിറഞ്ഞ് താൻ പ്രസംഗിച്ചു. ഈ അപ്പോസ്തലനായ പൗലോസ് ഈ കൊലോസ്യർക്ക് ഈ ലേഖനം എഴുതുന്നതും ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടാ, ആത്മാവിന്റെ നിറവിനാലാ ഇത് എഴുതുന്നത്. അതുകൊണ്ടാണ് ആ വിശ്വാസികൾക്ക് ചേഞ്ച് ഉണ്ടായത്. ഇന്ന് നമ്മൾ ചിന്തിക്കണം, നാം ഒരു തിരുവചനം കേൾക്കുവാൻ കടന്നു പോകുമ്പോൾ, ഈവൻ ഞാൻ പ്രസംഗിക്കുന്ന ഈ തിരുവചനം, പഠിപ്പിക്കുന്ന ഈ ബൈബിൾ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമില്ല എങ്കിൽ ചിന്തിച്ചോ, വെറും വാക്ക, ആത്മാവിലുള്ളതല്ല. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നു എങ്കിൽ, ദൈവമേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എനിക്ക് അതിൽ നിന്നൊരു വ്യത്യാസം വേണമല്ലോ, എന്റെ സംസാരത്തിനൊരു വ്യത്യാസം വേണമല്ലോ, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു വ്യത്യാസം വേണമല്ലോ, എന്റേതായ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വേണമല്ലോ, എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ തിരുവചന കേൾവിയിലൂടെ ഉണ്ടാകുന്നുവെങ്കിൽ ചിന്തിച്ചോ, ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. ഈ സുവിശേഷം, ഈ വചനം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പരിവർത്തനം വരുത്തുന്നു എങ്കിൽ അത് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടുള്ളതാ. അല്ല എങ്കിൽ ചിന്തിച്ചു, അതിൻ്റെ അകത്ത് ആത്മാവിന്റെ പരിവർത്തനമില്ല, വെറും വാക്കുകളാ. ഞാൻ എൻ്റെ പേരെടുക്കാൻ എനിക്ക് വാക്കുകളാൽ, വശീകരണ വാക്കുകളാൽ ഒത്തിരി പറയാം. ഇന്നത്തെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണം. ആയെ തുടങ്ങി ആയേൽ അവസാനിപ്പിക്കുന്ന പ്രസംഗങ്ങളുണ്ട്. പായെ തുടങ്ങി പായ അവസാനിപ്പിക്കുന്ന പ്രസംഗങ്ങളുണ്ട്. പിന്നെ ഒത്തിരി തത്വജ്ഞാനങ്ങൾ, ഒത്തിരി തിയോളജികളും പ്രസംഗിക്കുന്നവരുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, എല്ലാം നമുക്ക് നല്ലതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് മുഖാന്തരം ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ പ്രസംഗം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് അപ്പോസ്തലൻ ഇവിടെ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുക, ഞാൻ പ്രസംഗിക്കുന്നത് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടാ. ആത്മാവിന്റെ നിറവില്ലാതെ അനേക ദുരുപദേഷ്ടാക്കന്മാർ വന്ന് നിങ്ങളെ തെറ്റിക്കുവാൻ വരും. ഇന്നത് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അന്ത്യകാലത്ത് അല്ലേ ഒത്തിരി ഉപദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് ഇങ്ങനെ ചാടി മറിഞ്ഞ്, എനിക്കറിയില്ല, കർത്താവ് ഇതൊക്കെ കണ്ടുമ്പോൾ ഞാൻ കരഞ്ഞു പോവുക. നമുക്ക് പറയാൻ പോലും പറ്റാത്ത ലെവലുകളിലുള്ള രീതികളാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ദുരുപദേശങ്ങളുടെ കലവറയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് ആമേൻ നമ്മെ പ്രബോധിപ്പിക്കുകയാണ് കൊരിന്ത്യ വിശ്വാസികളോട്. ആ കൊരിന്തിൽ അന്ന് സകലവിധമാകുന്ന അസാന്മാർഗ്യതയും ഉണ്ടായിരുന്നു. അവരെ നോക്കി അന്ന് പഠിപ്പിക്കുന്നത് ഇന്ന് നമ്മെ നോക്കി. ഇന്നില്ലേ നമ്മുടെ അവസ്ഥ നോക്കിക്കേ, സൊദോമിന്റെ ഗോമോറയുടെ അവസ്ഥ അല്ലേ? എന്താ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് കേരളത്തിൽ പോലും പെണ്ണിനെ, എനിക്ക് കല്യാണം വേണ്ട, ആണിനെ കെട്ടണ്ട, എനിക്ക് പെണ്ണിനെ മതി. ആൺകൊച്ചുങ്ങൾ പറയും, പേടിയ പെണ്ണുങ്ങളെ കെട്ടാൻ, ഞാൻ ആണിനെ കെട്ടി ജീവിച്ചോളാം. ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്നവർ. എന്തെല്ലാം അവസ്ഥകൾ! ദൈവമക്കളെ, നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. വചനം കേൾക്കുക മാത്രമല്ല, അവയെ അനുസരിക്കുന്നവരായി മാറുവാൻ നാം ശ്രദ്ധിക്കണമില്ല എങ്കിൽ ഹൗവായ ഉപായത്താൽ പിശാച് ചതിച്ചതുപോലെ നമ്മെയും വഞ്ചിക്കും. ഉപായം നിരൂപിക്കാൻ ഇടവരാതവണ്ണം വചനത്തിൻ്റെതായ ആഴങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയണമെന്നുണ്ടെങ്കിൽ നാം വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആമേൻ, ക്രിസ്തു എന്ന ആമേൻ ആ മർമ്മം നാം ഗ്രഹിച്ചിട്ട് ആമേൻ പരിജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചെടുത്ത് ഹല്ലേലൂയ അവന്റെ നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്കും നൽകി തരുവാൻ കൃപയിൽ ആശ്രയിക്കണം. ആ ആശ്രയമില്ലാത്ത വ്യക്തി ജീവിതങ്ങളെ പ്രലോഭനങ്ങളിൽ വീഴിച്ചിട്ട് എന്ത് ചെയ്യും? ചതിക്കുവാനിടയാകും. അതുകൊണ്ട് അപ്പോസ്തലൻ 5-ാം വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ചതിക്കും. എനിക്ക് നിങ്ങളുടെ അടുത്തിരുന്ന്, കൊലോസ്യ വിശ്വാസികളോട് പറയുക, എനിക്ക് നിങ്ങളുടെ അടുത്തിരുന്ന് പറയാൻ പറ്റുന്നില്ല. ശരീരം കൊണ്ട് 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. കണ്ടോ? ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനാണ്, അപ്പോസ്തലൻ പറയുക. പക്ഷേ
ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനാണ് ഞാന്. കാരണം അവരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു? ഒരച്ചടക്കം ഉണ്ടായിരുന്നല്ലേ? ആ പഠിപ്പിക്കൽ ദൈവസഭ 7 അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെട്ടതാണ്. 7 അടിസ്ഥാനത്തിന് മേൽ പണിയപ്പെടാത്ത ദൈവസഭയല്ല. അടിസ്ഥാന ഉപദേശങ്ങൾ അനുസരിക്കാത്ത ദൈവമക്കൾ ദൈവസഭയുടെ അംഗങ്ങളല്ല. ദൈവവചനം അതിന്റെ വ്യവസ്ഥയിൽ നാം അനുഷ്ഠിക്കണം. അപ്പോസ്തലൻ ഇവിടെ ഈ ജനത്തോട് പറയുകയാണ്, ശരീരം കൊണ്ട് ഞാൻ ദൂരസ്ഥനെങ്കിലും നിങ്ങൾ ഇവിടെ അച്ചടക്കവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും നിങ്ങൾ നിവർത്തിച്ചു മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞാനത് കണ്ട് സന്തോഷിക്കുക. കാരണം അപ്പോസ്തോലന്റെ വചനങ്ങളെ, അപ്പോസ്തോലന്റെ വാക്കുകളെ അങ്ങനെ തന്നെ ഈ കൊലോസ്യ വിശ്വാസികൾ ഏറ്റെടുക്കുക. ഇന്ന് നമുക്കും ഇത് തന്നെയാണ് ആവശ്യം. വേദപുസ്തക പ്രമാണപ്രകാരം പറയപ്പെടുന്ന സത്യങ്ങൾ നാം അനുഷ്ഠിക്കുന്നവരായി മാറുക. അതാണ് അപ്പോസ്തലൻ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി അവനിരിക്കുമ്പോൾ. 1 കൊരിന്ത്യ ലേഖനം തന്നെ ഒന്ന് എടുത്താട്ടെ, അതിന്റെ 5-ാം അധ്യായം 3-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. മതി പറയാ, ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനാകുന്നെങ്കിൽ ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് വിധിച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാ, ദുർനടപ്പുകാരനായി നടക്കുന്ന സഹോദരങ്ങളുമായിട്ട് സംസർഗം അരുതേ എന്ന് പറഞ്ഞാണ് ആ അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 5-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഭയങ്കര ദുർനടപ്പ്. അവിടെ ഈ ദുർനടപ്പിൽ പെടാതെ, വചനത്തിന് വിരുദ്ധമാണ് ഈ ദുർനടപ്പ്, തെറ്റിച്ചു കളയുവാൻ പ്രലോഭനവുമായിട്ട് വരും. വേദപുസ്തകത്തിൽ പച്ചയ്ക്ക് പച്ച എഴുതിയിട്ടുണ്ട്. അന്ന് അവിടെ നടന്നത്, നിങ്ങളുടെ ഇടയിൽ ലൈംഗിക ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുവൻ തന്റെ അപ്പന്റെ ഭാര്യയുടെ സ്വന്തമായിരിക്കുന്നു. ഇത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. ഈ ദുഷ്ടകർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ തക്കവണ്ണം നിങ്ങൾ വിലപിച്ചിട്ടുമില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. വചനം പഠിക്കുന്നുമുണ്ട്, വചനത്തിനു കേൾവിക്കോ ഒരു കുറവുമില്ല. പക്ഷെ അതനുസരിക്കാത്തതിന്റെ കാരണത്താൽ ദുർനടപ്പിലേക്ക് പോവുക. ഇതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളെ വശീകരിച്ച് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ദുഷ്ടനായവൻ മുഴുബലത്തോടെ കടന്നു വരും. ഞാൻ ഈ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, ഒത്തിരി സഹോദരന്മാരും പാസ്റ്റേഴ്സും അതുപോലെ ദൈവവേലയിൽ നിൽക്കുന്നവരും ഒക്കെ അവരുടേതായ ജീവിത പങ്കാളികൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതും അവരുടേതായ ജീവിതത്തിൻ്റെതായ വേദനകൾ അവർക്ക് മറ്റാരോടും പങ്കിടാൻ കഴിയാതെ വണ്ണം അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട്. ധാരാളം പേരുടെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിലുണ്ട്. ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നമ്മളെ ചതിക്കുവാൻ മുഴുബലത്തോടെ പിശാച് കടന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ബലഹീനത നാം അറിയുന്നതിന് മുൻപായിട്ട് പിശാചിനറിയാം. ഈ ബലഹീനതയിൽ നാം തകർന്നു പോകാതെ, ഈ ബലഹീനതയിൽ നാം തീർന്നു പോകുമെന്ന് അവനറിയാം. വിശ്വാസത്തോണി തുഴഞ്ഞ് നാം വല്ലവിധേനയും അക്കരെ എത്തുവാൻ ശ്രമിക്കുമ്പോൾ, അവിടെ തകർത്ത് കളയുവാൻ ദുഷ്ടൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇവിടെ ഞാനോ നിങ്ങളോട് കൂടെയില്ല, ശരീരം കൊണ്ട് ദൂരസ്ഥനാണ്, ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചോണം. കാരണം ഈ ദുഷ്കർമ്മം നിറഞ്ഞ ലോകത്ത് അന്നത്തെ വിശ്വാസികൾക്ക് ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നത്തെ നമുക്കും ഇത് തന്നെയാണ്, അല്ലേ?
ഒത്തിരി കാര്യങ്ങൾ അത് ഈ ദൈവസഭകൾക്കകത്ത് നടക്കുന്നത്. അപ്പൊ ഈ ദുഷ്കർമ്മം നിറഞ്ഞ ലോകത്ത് നാം എന്ത് ചെയ്യണം? കൃപയിൽ ആശ്രയിക്കണം. ദൂരസ്ഥനായി ആമേൻ ദൈവം തമ്പുരാൻ ദൂരസ്ഥനല്ല, അവൻ സമീപസ്ഥനാണ്. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ആത്മാവിന്റെ നിറവിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇതൊരു പൊള്ളവാക്കായിട്ടല്ല അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ശക്തി നിർഭരമായ തന്റെ സാന്നിധ്യം താൻ അവിടെ സൂചിപ്പിക്കുക. ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടേ. ആമേൻ. അവർ ശത്രുവിന്റെ തെറ്റായ പ്രചരണത്തിന് വഴങ്ങി കൊടുക്കാതിരിക്കേണ്ടതിന് ഒറ്റക്കെട്ടായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. ആ ലെവലിൽ ഈ വിശ്വാസികൾ നിൽക്കുന്നു എന്ന് തോന്നി താൻ സന്തോഷിക്കുന്നു. അതാണ് നാം വായിച്ച വാക്യം. 5-ാം വാക്യത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ നിങ്ങളുടെ അച്ചടക്കവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രശ്നം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഈ ലോകത്തിൽ നിങ്ങൾ വീണു പോകാതെ നിൽക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. ദൈവമക്കളെ, ആമേൻ, ദുരുപദേശാക്കളുടെ നടുവിൽ നാം തകരരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ക്രമവും വിശ്വാസവും സ്ഥിരതയും കണ്ട് അനേകർ ഈ ക്രിസ്തുവിനെ അറിയുവാൻ കാരണമാകണം. ഹല്ലേലൂയ. ആമേൻ. നമ്മിലുള്ള യഥാർത്ഥ വിശ്വാസം ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുവാൻ കാരണമാകണം. പലപ്പോഴും നമുക്ക് ഈ ലോകത്തിൽ ശത്രുവായിരിക്കുന്നത് നമ്മുടെ ഈ ലോകം തന്നെയാണ്. രണ്ടാമത് ജഡമാണ്, മൂന്നാമതാണ് പിശാച്. എല്ലാവരും പിശാചിനെ പേടിക്കുക. ലോകം, ജഡം, പിശാച്. നാം ഈ ലോകത്തിനുള്ളവരല്ല എന്ന് മനസ്സിലാക്കി, നാം ഈ ലോകക്കാരല്ല, നാം അന്യരും പരദേശികളുമാണെന്ന് മനസ്സിലാക്കി നാം ജീവിച്ചാൽ ഈ ലോകത്തിനുള്ളവരെ പോലെ, ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ശേഷം മനുഷ്യരെ പോലെ ജീവിപ്പാൻ ഇടവരാതെ അവന്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിപ്പാൻ ഇടയാകും. നമ്മുടെ ജഡാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇടയാകാതെ ആമേൻ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി കുഴിച്ചിട്ടുകൊണ്ട് ആമേൻ അവന് വേണ്ടി ജീവിപ്പാൻ ഇടയാകും. ദൈവമക്കളെ, തെറ്റിക്കാതിരിപ്പാൻ, പ്രലോഭനങ്ങളിൽ വീഴിക്കാതിരിപ്പാൻ പിശാച് ഹല്ലേലൂയ നമുക്കെതിരെ കടന്നു വരുമ്പോൾ, അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുമ്പോൾ ഈ മുന്നറിയിപ്പിനെ നാം ഏറ്റുവാങ്ങിക്കൊണ്ട് ആമേൻ സ്ഥിരതയോടെ ഓടുവാൻ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴം നമുക്ക് ആമേൻ ഏറ്റെടുക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേൻ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ആമേൻ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വേദഭാഗം. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്ക പേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവവചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ വിശ്വാസം സ്ഥിരത ഉളവാക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനോട് ചേർന്ന് 1 പത്രോസ് 5:9 വായിച്ചേ. നാം ആരാണ്? നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ ഒരു സ്ഥിരതയുള്ള ജീവിതമാണോ നയിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെതായ ക്രമക്കേടുകളെ മാറ്റിമറിച്ചിട്ട് നമുക്ക് പൂർണ്ണതയുള്ളവരായി തീരുവാൻ ഏൽപ്പിക്കാം. നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമമില്ല എങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കൃത്യമായിട്ട് ജീവിപ്പാൻ കഴിയുകയില്ല. അപ്പം ക്രമവും വിശ്വാസ സ്ഥിരതയും കൂടി ഒത്തുചേർന്ന് പോകുവാൻ ഇടയാകണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഏതെങ്കിലും ഒന്നില്ലാതെ മറ്റേത് മാത്രം പുരോഗമിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ അത് മതഭ്രാന്തായിട്ട് മാറും, ഇല്ലെങ്കിൽ അതിന് ആമേൻ ആചാര അനുഷ്ഠാനം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ദൈവമക്കളെ, അതല്ല നമ്മുടെ ആവശ്യം. ഹല്ലേലൂയ. ബാഹ്യമായ ഒരു വിശ്വാസമല്ല നമുക്ക് ആവശ്യം. ആമേൻ. നമുക്ക് വേണ്ടിയത് ക്രമം ഉള്ള ഒരു ജീവിതം, വിശ്വാസ സ്ഥിരതയുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി ജീവിക്കുവാനല്ല, മറിച്ച് ആമേൻ ബാഹ്യമായ ചില
കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു ജീവിക്കുവാനല്ല. ആമേൻ, സ്ഥിരതയോടെ എന്റെ ആന്തരികമായ വിശ്വാസത്തെ ദൈവസന്നിധിയിൽ ആമേൻ കർത്താവ് നോക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി വെളിപ്പെടുത്തി കൊടുക്കുമാറ് ആമേൻ ദൈവഹിതം നിവർത്തിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തു എന്ന ആമേൻ ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചെടുത്തുകൊണ്ട് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആമേൻ നിക്ഷേപങ്ങൾ അവനിൽ ഉണ്ടല്ലോ. ആ ഗുപ്തനിധിയെ, മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധിയെ പ്രാപിച്ചെടുത്ത് ആമേൻ പ്രലോഭനത്തിൽ വീണു പോകാതെ, താണുപോകാതെ നിലനിൽപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമീൻ. നമുക്ക് അടുത്ത ദിവസം കൊലോസ്യ ലേഖനം തന്നെ ആമീൻ 2-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും നമ്മുടെ ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച നമുക്ക് എല്ലാവർക്കും കാണാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിർമ്മലി ആന്റി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്.